ഡ്രോൺ സാങ്കേതികവിദ്യയുടെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 87 അത്യാധുനിക മെയിൽ ഡ്രോണുകൾ വാങ്ങാൻ 20,000 കോടി രൂപയുടെ കരാർ അന്തിമമാക്കി. ഓരോ ഡ്രോണിനും 229 കോടി രൂപ വില വരുന്ന ഈ നീക്കം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു പുതിയ അധ്യായം കുറിക്കും. പാകിസ്ഥാനെ നിരീക്ഷിക്കാനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്താനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളെ ഭാവിയിൽ മാറ്റിമറിച്ചേക്കാം. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ പല യുദ്ധങ്ങളിലും പ്രതിരോധ നീക്കങ്ങളിലും ആൾനാശം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആധുനിക യുദ്ധതന്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ ശത്രുവിനെ കീഴടക്കുക എന്നത് പ്രധാനമാണ്. സമീപകാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള നിർണായക സൈനിക നീക്കങ്ങൾക്ക് ശേഷം കര, നാവിക, വ്യോമസേനയുടെ മേധാവികൾ ഡ്രോണുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയുധശേഖരങ്ങളിൽ ഡ്രോണുകൾക്ക് മുൻഗണന നൽകണമെന്ന് 3 സൈനിക വിഭാഗങ്ങളും ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമാണ് ഇപ്പോൾ 87 ഡ്രോണുകൾ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെ നയിച്ചത്. മനുഷ്യനില്ലാതെ പ്രവർത്തിക്കുന്ന ഈ സൈനിക വാഹനങ്ങൾ യുദ്ധമുഖത്തെ അപകട സാധ്യതകൾ കുറയ്ക്കുകയും സൈനിക നടപടികൾ കൂടുതൽ കൃത്യതയോടെയും വേഗത്തിലും നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇന്ത്യ വാങ്ങാൻ പോകുന്ന ഡ്രോണുകൾ മെയിൽ എന്ന വിഭാഗത്തിൽ പെടുന്നു. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് ഇത്. 30,000 അടി വരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഈ ഡ്രോണുകൾക്ക് തുടർച്ചയായി 24 മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് അതിർത്തിയിലെയും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെയും നിരീക്ഷണത്തിന് ഏറെ സഹായകമാകും. ഒരു ഇന്ത്യൻ കമ്പനി വിദേശ പങ്കാളിയുമായി സഹകരിച്ചാണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. ഇതിൽ ഏകദേശം 60% ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു എന്നത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് ഒരു വലിയ കുതിപ്പാണ് നൽകുന്നത്.